അസ്സലാമു വറഹ്മത്തുള്ളാ. ഇന്ന് റബീന്റെ 3-ാം ദിവസം തന്നെ വെറൈറ്റി ചോദ്യമായി ചെന്നാലോ? യെസ്, കമോൺ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. എന്തൊക്കെയാണ് വിശേഷം? നിങ്ങളുടെ റബി അനുബന്ധിച്ച് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടാ. ചോദിക്കും. ചോദ്യം എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 2 മക്കളെ ഒരേ സ്വഹാബി കല്യാണം കഴിച്ച് ആ സ്വഹാബിന്റെ പേരെന്ത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ 2 പെൺമക്കൾ പറയാൻ പറ്റുമോ? പെൺമക്ക ഒന്ന് ഹഫ്സ ബീവിയാ. അല്ല, ഏതായാലും ഉത്തരം പറഞ്ഞ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന്. അതുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കാം. ഓക്കെ. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പെൺകുട്ടികളെ ഒരേ സ്വഹാബി തന്നെ കല്യാണം കഴിച്ചു. അതായത് ആദ്യമായി മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു റുഖിയ ബീബിനെ കല്യാണം കഴിച്ചു. ബദറിൻ്റെ സമയത്ത് റുഖിയ ബീബിയുടെ മരണത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 2ാമത്തെ മകളായ ഉമ്മു കുൽസൂമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പകരമായി കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് മഹാനവറുകൾക്ക് ദുന്നൂറൈൻ എന്ന് പേര് വരാൻ കാരണം. അതായത് 2 പ്രകാശങ്ങളുടെ ഉടമ എന്ന് പേര് വരാൻ കാരണം.